നമസ്കാരം. ഒരു സമ്മർദ്ദ ശക്തിക്കും വഴങ്ങാതെ സർക്കാർ മുന്നോട്ടു പോകുമെന്ന് ആവർത്തിച്ച മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. സർക്കാരിന്റെ 100ാം ദിനത്തോടനുബന്ധിച്ച് മാധ്യമങ്ങൾക്ക് നൽകിയ ലേഖനത്തിലാണ് മുഖ്യമന്ത്രിയുടെ ഈ പ്രതികരണം. നിക്ഷിപ്ത താൽപര്യത്തോടെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ ശ്രമിച്ചാൽ അതിനെ ശക്തമായി തന്നെ തള്ളുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. സർക്കാർ അധികാരത്തിലെത്തി 3 മാസം തികയും മുൻപ് തന്നെ സർക്കാരിനെ അപമാനിക്കാൻ ചില ശ്രമങ്ങൾ നടന്നുവെന്നും മുഖ്യമന്ത്രി ആരോപിച്ചു. ചില മാധ്യമങ്ങളുടെ സഹായത്തോടുകൂടി ഒരു സംഘം തന്നെ ഇതിനായി പ്രവർത്തിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു. സർക്കാർ ഇടപെട്ട് വാർത്തകൾ പിൻവലിപ്പിച്ചു എന്ന തരത്തിൽ നീചമായ പ്രചാരണം നടന്നുവെന്നും, എന്നാൽ മെറ്റയുടെ വിശദീകരണം പുറത്തു വന്നതോടുകൂടി വ്യാജ പ്രചാരകർ ഇനി എന്താണ് പറയുകയെന്നും മുഖ്യമന്ത്രി ചോദിക്കുന്നു. അതേസമയം മാധ്യമങ്ങളും പ്രതിപക്ഷവും ചൂണ്ടിക്കാട്ടുന്ന പോരായ്മകളും തിരുത്തലുകളും സർക്കാർ സഹിഷ്ണുതയോടുകൂടി സ്വീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. എന്നാൽ നിക്ഷിപ്ത താൽപര്യത്തോടെ നടത്തുന്ന അപകീർത്തിപ്പെടുത്തലുകളെ അവജ്ഞയോട് തന്നെ തള്ളും. ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പൂർണ്ണമായും പാലിക്കുമെന്ന ഉറച്ച ബോധ്യത്തോടു കൂടിയാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത് എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പുതിയുഗ കേരളം ലക്ഷ്യം സഹാനുഭൂതിയും സൽഭരണവും മുൻനിർത്തിക്കൊണ്ടുള്ള പുതിയുഗ കേരളം കെട്ടിപ്പടുക്കുക എന്നതാണ്. ഇതുതന്നെയാണ് സർക്കാരിന്റെ പ്രധാന ലക്ഷ്യമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. 100 ദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായി 11 മേഖലകളായി 43 വകുപ്പുകൾ ചേർന്ന് 597 പദ്ധതികളാണ് സർക്കാർ നടപ്പാക്കുന്നത്. അധികാരം ഏറ്റെടുത്ത ശേഷമുള്ള ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിച്ചതും, ആശാപ്രവർത്തകർ, അംഗനവാടി ജീവനക്കാർ, പ്രീ പ്രൈമറി അധ്യാപകർ എന്നിവരുടെ ഓണറേറിയം വർദ്ധിപ്പിച്ചതും ജനക്ഷേമ നിലപാടിന്റെ തെളിവുകളാണ് എന്ന് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. ഇന്ദിരാ ഗ്യാരണ്ടികൾ വഴി സാമൂഹിക ക്ഷേമത്തിന് മുൻഗണന നൽകുന്നതിനൊപ്പം തന്നെ മുതിർന്ന പൗരന്മാർക്കായി വയോജന വകുപ്പിനും തുടക്കം കുറിച്ചു. കടുത്ത ധനപ്രതിസന്ധിക്കിടയിലും ജനങ്ങൾക്ക് അധിക നികുതി ചുമത്താതെയാണ് സർക്കാർ ബജറ്റ് അവതരിപ്പിച്ചത് എന്നും അദ്ദേഹം പറഞ്ഞു. ഓണക്കാലത്തെ വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി സപ്ലൈകോ കൺസ്യൂമർ ഫെഡ് ഔട്ട്ലെറ്റുകൾ വഴി 13 സബ്സിഡി സാധനങ്ങളുടെ ലഭ്യത ഉറപ്പാക്കിയതായും മുഖ്യമന്ത്രി വ്യക്തമാക്കി. പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികളുടെ പഠന സ്കോളർഷിപ്പ് കുടിശ്ശിക തീർക്കാൻ 310 കോടി രൂപയും, മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിനായി കുടുംബത്തിന് 2 ലക്ഷം രൂപ വീതവും അനുവദിച്ചതായും ലേഖനത്തിൽ പറയുന്നു. സംസ്ഥാനത്ത് ലഹരി മാഫിയയെ നിർമ്മാർജ്ജനം ചെയ്യുന്നതിന്റെ ഭാഗമായി ഓപ്പറേഷൻ തൂഫാൻ ആരംഭിച്ചതായും 10,000-ലധികം പേരെ അറസ്റ്റ് ചെയ്തതായും മുഖ്യമന്ത്രി അവകാശപ്പെട്ടു. സാമ്പത്തിക വ്യാവസായിക മേഖലകളിൽ വലിയ കുതിച്ചുചാട്ടമാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തിന്റെ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തുന്നതിനായി 400 കോടി രൂപയുടെ മിഷൻ സമുദ്ര പദ്ധതിക്കും തുടക്കം കുറിച്ചു. യുവതലമുറയ്ക്ക് കേരളത്തിൽ തന്നെ അവസരങ്ങൾ ഒരുക്കുകയും ചെയ്തു. പുതിയ നിക്ഷേപങ്ങളും തൊഴിലവസരങ്ങളും സൃഷ്ടിച്ചുകൊണ്ട് യുവതലമുറയ്ക്ക് സ്വന്തം മണ്ണിൽ തന്നെ വേരുറപ്പിക്കാനുള്ള സാഹചര്യം ഒരുക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. വികസന പ്രവർത്തനങ്ങൾക്ക് വ്യക്തമായ മുൻഗണനാക്രമം നിശ്ചയിച്ചുകൊണ്ട് സർക്കാർ മുന്നോട്ടു പോകും. വിമർശനങ്ങളിൽ ആവശ്യമായ തിരുത്തലുകൾ ഉൾക്കൊള്ളുമ്പോഴും നിക്ഷിപ്ത താൽപര്യത്തോടെയുള്ള അപകീർത്തിപ്പെടുത്തലുകൾക്ക് വഴങ്ങില്ല എന്നതാണ് 100ാം ദിനത്തിൽ മുഖ്യമന്ത്രി നൽകിയ സന്ദേശം. ജനക്ഷേമം, വികസനം, നിക്ഷേപം, തൊഴിൽ എന്നീ 4 മേഖലകൾക്ക് ഊന്നൽ നൽകുന്നതിനൊപ്പം തന്നെ രാഷ്ട്രീയ മാധ്യമ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങില്ല എന്ന നിലപാടും വ്യക്തമാക്കിക്കൊണ്ടാണ് സർക്കാരിന്റെ 100ാം ദിന സന്ദേശവുമായി മുഖ്യമന്ത്രി രംഗത്ത് വന്നത്.